ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ ഇന്ന് കൂടല്ലൂരിലെ കുറിഞ്ഞിപ്പൂക്കൾ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി ഇനി മുടിയൊക്കെ വാരണം. അപ്പോൾ നമുക്ക് മുടിയൊക്കെ വാർന്നിട്ട് കാണാം. അപ്പോൾ ഗായ്സ്, ഞാനങ്ങനെ മുടിയൊക്കെ വാർന്ന് എല്ലാതും കഴിഞ്ഞു. ഞങ്ങൾ ചുങ്കത്ര വരെ കാറിലാണ് പോകുന്നത്. അവിടുന്ന് ഞങ്ങൾ KSRTCക്കാണ് പോകുന്നത്. നമുക്ക് KSRTCയിൽ കാണട്ടെ ഗായ്സ്. ഇവിടെ ഗൈസ് KSRTCയിൽ കയറി ഇവിടെ നല്ല വ്യൂ ആട്ടത് കാടിൻ്റെ അടുക്കൂടെ പോകാൻ ചുരം കയറാട്ടോ. ഞങ്ങൾ അങ്ങനെ KSRTCയിൽ പോയി ഞങ്ങൾ ഗൂഡല്ലൂരിലെത്തി. ഗൂഡല്ലൂരിന് കുറച്ച് പോയാൽ നമ്മൾ കുറിഞ്ഞിപ്പൂക്കളുടെ സ്ഥലത്ത് എത്തട്ടോ ഗൈസ്. ഇവിടെ നല്ല കോടതായിട്ട് നിൽക്കട്ടോ ഗൈസ്. എല്ലാവരും ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ നല്ല കോട അങ്ങോട്ട് ഗൈസ്. പിന്നെ കോട പോകും കോട വരും അങ്ങനെ ആയിരിക്കും. നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഗൂഡല്ലൂർ ഇപ്പോൾ കഴിഞ്ഞിട്ട് ഗൈസ്. അങ്ങനെ ഗൂഡല്ലൂരൊക്കെ കഴിഞ്ഞ് ഗൂഡല്ലൂരിൽ നിന്ന് കുറച്ച് പോകണം. കുറച്ച് പോവുകയാണ്. കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ എത്തി. അവിടെ നിന്ന് കുറച്ചൊക്കെ നടക്കണം. ഇത്തിരി നടന്ന് പോയാൽ നമ്മളവിടെ കുറിഞ്ഞിപ്പൂക്കളുടെ അവിടെ എത്തും. അത് നടന്നു പോണതിൻ്റെ അടുത്ത് കുറേ കാപ്പിത്തോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല മനോഹരമായ കാപ്പിത്തോട്ടങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നല്ല കാറ്റുണ്ട് ഗൈസ്. ഇനി കുറച്ചുകൂടി പോകാനുണ്ട്, കുറച്ച് നടക്കണം. നല്ല കാറ്റൊക്കെ ആയിട്ട് അത് വെക്കുക. ഇതിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അങ്ങനെ നടന്നൊക്കെ പോയി. ഇവിടെ ഫുള്ളും കാപ്പിത്തോട്ടമായതുകൊണ്ട് തന്നെ നിരന്നിങ്ങനെ കിടക്കുക. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് പോകാൻ പറ്റും. പക്ഷെ നിറച്ച് അട്ടാവാട്ടോ അവിടെ. അതുകൊണ്ട് ഞങ്ങൾ അതിൽക്കൂടെ പോയിട്ടില്ല. നിറച്ച് ഇതിൽ തന്നെ കുറേ കടിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനി കുറച്ച് കൂടി പോയാൽ മതി കേട്ടോ ഗൈസ്. കണ്ട് നിറയെ കാപ്പിത്തോട്ടങ്ങളുണ്ട്. ഇതിൽ കൂടെയൊക്കെ നമുക്ക് പോകാം, ഫോട്ടോ എടുക്കാൻ അതിനൊക്കെ പറ്റും. പക്ഷേ അട്ടാളുണ്ടായതുകൊണ്ട് ഞങ്ങൾ ആരും പോയില്ല. ചില ആൾക്കാരൊക്കെ അതിൽക്കൂടെ പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ കുറച്ച് പോയപ്പോൾ നമ്മൾ കുറിഞ്ഞിപ്പൂക്കളുടെ അവിടെ എത്തിയിട്ട് ഗൈസ്. ഇതാണ് കുറിഞ്ഞിപ്പൂക്കൾ. ഇവിടെ പറിച്ച ഫൈനാട്ടോ. ഇവിടെ 2000 എത്ര കൊടുക്കണമെന്ന് വെച്ചാൽ ഇതെല്ലാവരും ഇങ്ങനെ പറിച്ചുകൊണ്ടിട്ട് ഇത് ഇവിടെ ഉണ്ടാവില്ല. ഇത് 7 വർഷം കൂടുമ്പോഴേ ഉണ്ടാകുള്ളൂ, 8 വർഷം കൂടുമ്പോഴേ ഉണ്ടാകുള്ളൂ. അതുകൊണ്ടാണ് ആരും പറിച്ചാനൊക്കത്തെ. അപ്പോൾ ഇത് 8 വർഷം ആയതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ വന്നത്. അതുകൊണ്ട് ആരും പറിക്കാനൊന്നും അങ്ങനെ അയക്കൂല കേട്ടോ ഗൈസ്. ഇവിടെ ചിലത് വൈറ്റ് കളറും ഇല്ലതുണ്ട് കേട്ടോ ഗൈസ്. നല്ല ഭംഗിയിലാണ് നിൽക്കുന്നത്. അവിടുത്തെ ഒരു കാടുണ്ട്, അത് നല്ല രസമാണ് ആ കാട് കാണാൻ കേട്ടോ ഗൈസ്. ഈ കുറിഞ്ഞിപ്പൂക്കളെല്ലാം ചിലതൊക്കെ ചോട്ടിയെല്ലാം നശിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ അറിയാൻ തട്ടുന്നതാണ്. അവിടെ കുറച്ച് ആൾക്കാരുണ്ട് ഇങ്ങനെ പറിക്കാൻ വെക്കാൻ വേണ്ടിയില്ലേ ഗൈസ്. ഇതൊക്കെയാണ് കുറിഞ്ഞിപ്പൂക്കൾ. ഇത് സത്യം പറഞ്ഞാൽ അടിയിൽ നോക്കുമ്പോൾ ഒരു മലമ അങ്ങനെ നിരന്ന് കിടക്കണ മാതിരിയാണ് കേട്ടോ ഗൈസ്. നിങ്ങളൊന്ന് ഒരു ഇത് കണ്ടു നോക്കും. അപ്പോൾ ഇനി ഞങ്ങൾ പോകുന്നത് കുറച്ചൊക്കെ നടക്കാനുണ്ട്. ഇനി വേറെ ആ കാട്ടിലേക്ക് പോകണം എന്നൊക്കെ ഉണ്ട്. ആ കാടല്ല, ഒരു വ്യൂ ആയ സ്ഥലമാണ് അവിടെ. കണ്ടോ, ഇവിടെ നല്ല കാറ്റും മഴയൊക്കെ പെയ്യട്ടെ ഗൈസ്. അങ്ങനെ നമ്മൾ എല്ലാവരും ഉണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ നമുക്ക് പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നല്ല കാറ്റും ഇപ്പോൾ കുറച്ച് നേരം ഇപ്പോൾ കോടയൊക്കെ മൂടി തയ്ക്കണേ. ഇവിടെ വീഡിയോസിലൊക്കെ എല്ലാവരും പറയുന്നുണ്ട് ഇങ്ങോട്ട് ഇവിടെ കുറിഞ്ഞിപ്പൂക്കൾ അയക്കണം, അങ്ങനെയാണ് പോകുന്നത്. ഈ ഒരു കായുണ്ട്, നല്ല വിഷല കായാണ്. ഉണ്ടോ, ഇതല്ല കാണാൻ നല്ല രസമുണ്ട്. ഒരു ഓറഞ്ച് കളറൊക്കെ ആയിട്ട്, പക്ഷേ വശമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയത് കണ്ടത് ഇതൊരു ഇങ്ങനത്തെ ഒരു ലുക്കായിട്ടില്ലാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ പക്ഷേ ആ വിഷമുള്ള കൈ ഇവിടെ നിറച്ചുണ്ട്. ഇത് എന്താ ചില ആൾക്കാരൊക്കെ എടുത്ത് തിന്നോന്നറിയില്ല. മറ്റേ പാമ്പിൻ്റെ അത് വശാന്നൊക്കെ പറയുന്നത്. ഇവിടുത്തെ ഇപ്പോൾ നല്ല തണുപ്പും നല്ല കോടയൊക്കെ ആയി, പിന്നെ ചെറുതായിട്ട് മഴയൊക്കെ പെയ്തു. ഇവിടെയാണ് ഇഷ്ടംപോലെ അട്ടാളുള്ളത്. ഇവിടുന്ന് തന്നെ 2 എണ്ണം കടിച്ചിട്ടോ. കണ്ടോ, ഈ സാധനം ഒരു കായാണ്. ഈ മാഷാബേറിലുള്ള അങ്ങനത്തെ ഒരു കായായിട്ടാണിത്. എന്തായാലും ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്.
ഇവരിങ്ങനെ പടുക്കാക്കാൻ വേണ്ടി നിൽക്കുന്നത്. അവിടേക്കൊക്കെ നല്ലോണം കുറുനിപ്പൂക്കളുണ്ട്. അവിടെ പക്ഷേ നല്ലോണം ഉണ്ടായതുകൊണ്ട് നമ്മളങ്ങനെ ചോട്ടി നശിപ്പിക്കുക ചെയ്തുകൊണ്ട് അങ്ങോട്ട് പോകാതിരിക്കൂല. ഒരു കാര്യങ്ങൾക്ക് കാണിച്ചു തന്നാൽ ഇത് വേറെ വ്യൂവിലെ സ്ഥലമാണ്. കണ്ടെത്ര കോടയാണെന്ന് പറയുന്നത്. ഇത് കയറിപ്പോൾ ഒരു കോടമല്ലേ, പിന്നെ അങ്ങോട്ട് കോട വന്നു. പിന്നെ കുറിഞ്ഞിപ്പൂക്കളുടെ അങ്ങോട്ട് കുറേ ഇനിയും പോകാനുണ്ട്. പക്ഷെ അവിടെ ഏതൊരു ആന പ്രസവിച്ചതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റുന്നുണ്ട്. വെച്ചാൽ ആ ആനന് നമ്മളെന്തെങ്കിലും കാട്ടിൽ എഴുതിയിട്ട് ഇത് ഭയങ്കര വ്യൂ ആണ്. ഭയങ്കര വ്യൂ. ഞങ്ങൾ കയറിപ്പോയി എല്ലാതും തെളിഞ്ഞ് കാണാം. പിന്നെ അങ്ങോട്ട് കുറച്ചെണ്ണം കഴിയുമ്പോൾ പെട്ടെന്ന് നല്ല കോട അങ്ങോട്ട് വന്നു കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഇവിടെ നല്ല തണുപ്പും ചെറിയ മഴയൊക്കെ പെയ്തു നിന്നിപ്പോൾ. പിന്നെ ഇവിടെ നല്ല വ്യൂ ആണ്. നല്ല വ്യൂ. ഇവിടെ സിബ് ലൈനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പക്ഷെ കയറാൻ പറ്റൂല മഴ ആയതുകൊണ്ട്. എല്ലാവർക്കും നല്ല സന്തോഷമായിരിക്കണം. ആ സിബ് ലൈനിൻ്റെ സാധനം ഇവിടുന്ന് കാണാൻ പറ്റും കണ്ടോ. അതാണ് സിബ് ലൈനിൻ്റെ വീഡിയോ കാട്ടുകൊണ്ട് പാടി കളിച്ചാണ്. അപ്പോൾ ഗൈസ് ഇത്രയുള്ള ഈ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഷെയർ ചെയ്യണം കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ലുക്ക്. അപ്പോൾ എല്ലാവരും ലൈക്കും ഇതൊക്കെ ചെയ്യാൻ മറക്കരുത് ഗൈസ്. ലൈക്കും ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുമല്ലോ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യണം.